അദ്ദേഹം തിരിച്ചു വന്നപ്പോ ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചു. വിശ്വാസം വരുന്നില്ല അല്ലേ? വിശ്വസിക്കില്ല. ഗംഗ ഒരു നല്ല കാര്യം ചെയ്താൽ ആരും അത് വിശ്വസിക്കില്ല. മോളൊന്ന് ഇവിടെ വന്ന് നോക്ക്, അപ്പോ അറിയാം ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോന്ന്. എന്താ എന്നെ അവിടെ വരുത്തിയിട്ട് പുതിയ എന്തെങ്കിലും ചതിയിൽപ്പെടുത്താൻ ഉദ്ദേശമുണ്ടോ നിങ്ങൾക്ക്? അയ്യോ, അങ്ങനെയൊന്നും പറയില്ലേ മോളെ. നിനക്ക് പേടിയാണെങ്കിൽ നീ വീട്ടിൽ കയറണ്ട. ദേ, പുറത്തു നിന്ന് ഡാഡിയെ മാത്രം കണ്ടിട്ട് പൊയ്ക്കോ. പുതിയ രൂപത്തിലും ഭാവത്തിലും നിന്റെ ഡാഡി ഗേറ്റിനടുത്ത് തന്നെ നിൽപ്പുണ്ടാവും. ആ കാഴ്ച നീയൊന്ന് വന്ന് കാണണം മോളെ. അപ്പോഴേ ഈ ഗംഗ ആരാണെന്ന് നിനക്ക് ശരിക്കും മനസ്സിലാവും. ഓക്കേ? എന്നാലും എനിക്കിങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എൻ്റെ ദൈവമേ. ഈ ജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ അടുത്ത ജന്മത്തിലേ കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിപ്പോൾ കഴിഞ്ഞ ജന്മത്തിലെയും ഈ ജന്മത്തിലെയും എല്ലാം കൂടെ ഒരുമിച്ച് എനിക്ക് കിട്ടിയിരിക്കുക. അയ്യോ, അവൻ ആളെ മനസ്സിലായെന്നാ തോന്നുന്നേ. പോയ ദേവരാജൻ സാറെന്താ ഈ വേഷത്തില്? നമ്മളെല്ലാ വേഷവും കെട്ടി നോക്കണമല്ലോ സുധാകര. ഒരു സെക്യൂരിറ്റിക്കാരന്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അറിയണമെങ്കിൽ നമ്മൾ അവന്റെ സ്ഥാനത്ത് നിന്ന് നോക്കണം. 2 ദിവസം മുമ്പ് ഈ വീട്ടിലെ ഒച്ചയും ബഹളമൊക്കെ ഞങ്ങളും കേട്ടു. കൊച്ചമ്മ ഭരണം ഏറ്റെടുത്തു അല്ലേ? അവനെല്ലാം അറിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. എന്റെ ഈശ്വര, എല്ലാവരും എല്ലാം അറിഞ്ഞു. ഇനി ഇതുപോലെ ആരെയൊക്കെ ഞാൻ ഇവിടെ നിന്ന് നേരിടേണ്ടി വരും. ഡാഡി, മോളെ, നീ ഡാഡിയുടെ ഒരു അവസ്ഥ കണ്ടോടി. വീട്ടുടമസ്ഥനെ പിടിച്ച് അവള് കാവൽക്കാരനാക്കി. അതെങ്ങനെ? ഡാഡി ഇവിടേക്ക് തിരിച്ചു വരാതെ അവരെങ്ങനെ ഡാഡിയെ പിടിച്ച് ഇങ്ങനെ ഒരു വേഷം കെട്ടിക്കും? അത് പിന്നെ കയറി കിടക്കാൻ ഒരിടമില്ലാതെ അലിഞ്ഞു തിരിഞ്ഞ് ഞാൻ മടുത്തു മോളെ. ഈ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാന്ന് പറഞ്ഞ് ഞാൻ വന്നതായിരുന്നു. അപ്പൊ അവള് പറഞ്ഞു എന്നോട് ഇവിടെ സെക്യൂരിറ്റിക്കാരനായിട്ട് നിന്നോളാൻ. ഡാഡിക്ക് നാണമില്ലേ അവര് പറയുന്ന വേഷം കെട്ടി ഇവിടെ നിൽക്കാൻ? മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്ന ശീലം എനിക്കില്ലാവെന്ന് എനിക്കറിയാവില്ല മോളെ. എൻ്റെ കയ്യിലെ ATM കാർഡ് പോലും ആ പൂതനെ പിടിച്ചു വാങ്ങിയിരിക്കുക. ഞാൻ പിന്നെ എന്ത് ചെയ്യും? വിശപ്പ് സഹിക്കാതായ ആരും എന്ത് ജോലിയും ചെയ്യും. ഡാഡി എന്നോട് ക്ഷമിക്ക്. അവര് വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് ഡാഡി എന്നോട് വന്ന് പറഞ്ഞപ്പോ ഞാൻ ഡാഡി കൂടെ കൂട്ടേണ്ടതായിരുന്നു. എങ്കിൽ ഡാഡിക്ക് ഇങ്ങനൊരു അവസ്ഥ വരില്ലായിരുന്നു. സാരമില്ല മോളെ, നീ പറഞ്ഞ പോലെ എനിക്ക് ദൈവം തന്ന ശിക്ഷയായത്. അവളെപ്പോലെ ഒരുത്തിയെ വിശ്വസിച്ചതിന് ഞാൻ ഇത് തന്നെ അനുഭവിക്കണം. അല്ല, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? പൊയ്ക്കോ. ഇത് നമ്മുടെ വീടല്ല. ഇങ്ങനെ ഒരു വീട് നമുക്കില്ലെന്ന് വിചാരിച്ചോ? വീടില്ലെന്ന് വിചാരിക്കാം, പക്ഷേ ഈ നിൽക്കുന്നത് എന്റെ ഡാഡിയല്ലെന്ന് വിചാരിക്കാൻ എനിക്ക് പറ്റൂ. ഈ വീട്ടിൽ രാജാവിനെ പോലെ വേണം എന്റെ ഡാഡിയെ. സ്വന്തം വീടിന്റെ മുമ്പിൽ ഇങ്ങനൊരു വേഷത്തിൽ കണ്ട് എനിക്ക് കണ്ടില്ലെന്ന് നടിച്ചു പോകാൻ പറ്റൂ. മോളിപ്പോ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. വന്നതല്ല ഡാഡിയെ നായ്ക്കോലം കെട്ടിച്ച് നിർത്തിയത് കാണാൻ അവളെന്നെ വിളിച്ചു വരുത്തിയതാ. എടി മഹാഭാവി, നീ പുഴുത്തേ മരിക്കൂ. നമ്മുടെ ശാപമൊന്നും അവൾ കേൾക്കില്ല ഡാഡി. അവളെ ഇല്ലാതാക്കാൻ ആരെങ്കിലും ഇനി പുനർജനിച്ച് വരേണ്ടിയിരിക്കുന്നു. ഡാഡി ഈ വേഷം അഴിച്ചു വെച്ച് എന്റെ കൂടെ വാ. ഇനി ഒരു നിമിഷം പോലും ഡാഡി ഇവിടെ നിൽക്കണ്ട. ഞാനിവിടുന്ന് പോയാ എല്ലാവർക്കും വിട്ടുകൊടുക്കും പോലെ ആവില്ലേ മോളെ? ഓ, അല്ലെങ്കിൽ ഇപ്പൊ ഡാഡി ഗേറ്റിന് കാവല് നിന്നാ എല്ലാം ഡാഡിക്ക് തിരിച്ചു കിട്ടുമെന്നാണോ വിചാരം? ഡാഡി ഇറങ്ങി വാ.
അങ്ങനെ ഇപ്പൊ ഡാഡി അവളുടെ കാവൽക്കാരൻ കൂടി ആവണ്ട. അതവളെ കൂടുതൽ അഹങ്കാരിയാക്കും. ചെല്ലി ഡാഡി, വേഗം വാ. വാ മോളെ, നമുക്ക് പോകാം. എടി ഭൂദേവി, എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട നീ ഒരു കാലത്തും കുടം പിടിക്കുകയല്ലടി. വാ ഡാഡി, പോവാം. വാ. അച്ഛനില്ലാത്ത ഒരു കുഞ്ഞിന് ജന്മം നൽകേണ്ടി വന്നപ്പോഴും ആ കുഞ്ഞിനെ ആരൊക്കെയോ ചേർന്ന് എന്നിൽ നിന്ന് അകറ്റിയപ്പോഴും ഞാൻ ഇത്രയേറെ സങ്കടപ്പെട്ടിട്ടില്ല. അന്നെനിക്ക് വ്യക്തമായ ചില ലക്ഷ്യങ്ങളും വാശികളും ഉണ്ടായിരുന്നു. ഈ ചരിത്രമൊക്കെ നീ എന്തിനാ എന്നോട് പറയുന്നേ? കാര്യമുണ്ട്. ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞതും തളർന്നതും കഴിഞ്ഞ ദിവസം എന്റെ കുഞ്ഞിനെ എന്റെ കയ്യിൽ നിന്നും അധികാരികൾ പിടിച്ചുകൊണ്ടു പോയപ്പോഴാണ്. അതിന് പിന്നിൽ നിങ്ങളാണെന്ന് ഞാൻ അറിഞ്ഞു. ഞാനോ? നിന്റെ കുഞ്ഞിനെ നിന്നിൽ നകറ്റിയിട്ട് എനിക്കെന്ത് കിട്ടാനാ? ഈ ചോദ്യം ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുക. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്നെ വിലയ്ക്ക് വാങ്ങാൻ വന്നതാണോ നീ? ഉദ്ദേശിക്കുന്ന വില കിട്ടിയാൽ കൈവശപ്പെടുത്തിയത് എന്തും വിൽക്കാൻ തയ്യാറുള്ളവളാണ് നീ എന്ന് എനിക്കറിയാം. ചോദിച്ചോ, എന്റെ കുഞ്ഞിനെ ശില്പ കൈമാറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ നിന്നും നിങ്ങൾ പിന്മാറണം. ഒപ്പം ശില്പയുടെയും ഋഷിയുടെയും ശ്രീമംഗലത്തുകാരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയും വേണം. പകരം നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തന്നിരിക്കും. അതിന് മാത്രം എന്താടി നിന്റെ കയ്യിലുള്ളത്? എന്റെ ലക്ഷ്യം ഗോപാലകൃഷ്ണനും അയാളുടെ ശ്രീമംഗലം തറവാടുമാ. അവിടുത്തെ വെറുമൊരു മരുമകളായി നിനക്ക് ആ തറവാട് എനിക്ക് തീരെഴുതി തരാൻ പറ്റുമോ? പറ്റിയ ഗോപാലകൃഷ്ണൻ അങ്കിളിനോട് പറഞ്ഞ് ശ്രീമംഗലം തറവാട് ഞാൻ നിങ്ങളുടെ പേരിലേക്ക് മാറ്റിത്തരാം. പക്ഷേ അദ്ദേഹത്തെയും എന്റെ കുഞ്ഞിനെയും നിങ്ങൾ വെറുതെ വിടണം. ഇത് വെറും വാക്കല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം. ശ്രീമംഗലം തറവാട്ടിലുള്ളവരെ മുഴുവൻ ഇറക്കി വിട്ട് എനിക്ക് അവിടുത്തെ അതിഥിയാവണം. അതിനുവേണ്ടി ഈ ഗംഗ എന്തും ചെയ്യും. 50 കോടി രൂപയെങ്കിലും മതിപ്പ് വില കണക്കാക്കാവുന്ന സ്വത്തിന്റെ ഉടമയാ ഗോപാലകൃഷ്ണൻ എന്ന മനുഷ്യൻ. അത് മുഴുവൻ നിങ്ങളുടെ പേരിലേക്ക് എഴുതി തരുമ്പോൾ അദ്ദേഹവും ഭാര്യയും മക്കളും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. അത് ഒഴിവാക്കാൻ വെറും 2 കോടി രൂപ നിങ്ങൾ അവർക്ക് നൽകണം. എന്നുവെച്ചാൽ വെറും 2 കോടി രൂപയ്ക്ക് ശ്രീമംഗലത്തെ മുഴുവൻ സ്വത്തുക്കളും നിങ്ങളുടെ പേരിൽ വിലയാധാരം ചെയ്തു തരുന്നു. പകരം ആ കുടുംബത്തോടുള്ള എല്ലാ പ്രതികാര നടപടികളും എന്നേക്കുമായി മാറ്റിവെച്ച് എന്റെ കുഞ്ഞിനെയും നിങ്ങൾ എനിക്ക് തിരിച്ചു തരുന്നു. ഇതാണ് ഉടമ്പടി. ഉടമ്പടിയൊക്കെ കൊള്ളാം. പക്ഷേ 2 കോടി രൂപ അത് ഞാൻ എവിടുന്നുണ്ടാക്കും? നിങ്ങളുടെ ഭർത്താവിന്റെ സ്വത്തുക്കളുണ്ടല്ലോ. തൽക്കാലം അത് ആർക്കെങ്കിലും ഈടുവെച്ച് 2 കോടി രൂപ വാങ്ങിയാൽ ശ്രീമംഗലം സ്വത്ത് കയ്യിൽ വന്നതിന് ശേഷം ആ കടം വീട്ടാവുന്നതല്ലേ ഉള്ളൂ. നിന്റെ ബുദ്ധി കൊള്ളാം. പക്ഷേ എനിക്കൊന്ന് ആലോചിക്കണം. എന്റെ വെൽവിഷറുമായി ഒന്ന് ആലോചിച്ച ശേഷം ഇന്ന് തന്നെ നിനക്ക് ഞാനൊരു മറുപടി തരാം. അതുപോരെ? മതി. കൊള്ളാം ഗംഗ, ഇത് നിന്നെ തേടി വന്ന ഭാഗ്യമാണ്. 50 കോടിയുടെ സ്വത്ത് വെറും 2 കോടി രൂപയ്ക്ക് കിട്ടാന്ന് പറഞ്ഞ അതത്ര നിസ്സാര കാര്യമല്ല. എന്ത് റിസ്ക് എടുത്തും നീ അത് ചെയ്യണം.
പിന്നെ നീ കോടീശ്വരിയാ, കോടീശ്വരി. എമിനെ പറഞ്ഞതൊക്കെ മുഴുവനായും വിശ്വസിക്കാൻ പറ്റുമെന്നോ? വിശ്വസിക്കാതിരിക്കുന്ന എന്തിനാ? ഇത് നീ അങ്ങോട്ട് വെച്ച പ്രപ്പോസൽ ഒന്നും അല്ലല്ലോ, അവൾ ഇങ്ങോട്ട് വന്നതല്ലേ. എന്നാലും ഇത്രയും വലിയൊരു ഡീൽ അവൾ ഒറ്റയ്ക്ക് വിചാരിച്ച് നടക്കോ? സ്വന്തം കുഞ്ഞിന് വേണ്ടി ഒരു അമ്മ എന്തും ചെയ്യും, മനസ്സിലായോ? ആ കുഞ്ഞ് ശ്രീമംഗലത്തിന്റെ അനന്തരാവകാശി കൂടിയല്ലേ. അപ്പോ ഗോപാലകൃഷ്ണനും സ്വത്തിനേക്കാളും വില ആ കുഞ്ഞിന് കൽപ്പിച്ചേക്കും. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോ. ഓക്കെ, നീ പറഞ്ഞാൽ എനിക്ക് മറ്റൊന്നും ആലോചിക്കാനില്ല. ദേവരാജിന്റെ സ്വത്ത് കാണിച്ച് 2 കോടി ഇന്ന് തന്നെ ഏർപ്പാട് ചെയ്ത് വയ്ക്കാം. എടി, കാശ് വല്ലതും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എത്തിക്കാം. വേണ്ട, എനിക്ക് നീ തരുന്ന ഈ ധൈര്യം മാത്രം മതി. ഇപ്പൊ തന്നെ ഞാൻ എമിനെ വിളിച്ച് ഡീൽ ഉറപ്പിക്കാം. ഓക്കെ ഗംഗ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. യമുനേ, യമുനേ, ആ ദേ നിന്റെ ഫോൺ അടിക്കുന്നു. സാമ്പാർ അടുപ്പത്തൊന്ന് നോക്കിക്കോ. പറയണം മാഡം, എന്ത് തീരുമാനിച്ചു? ഞാൻ റെഡി. ഇന്നെങ്കിൽ ഇന്ന്. ഇന്നെങ്ങനെ പറ്റും? പ്രമാണം തയ്യാറാക്കണ്ടേ? മാഡത്തിനും 2 കോടി ഉണ്ടാക്കണ്ടേ? എന്റെ കാര്യമൊന്നും നീ നോക്കണ്ട. പ്രമാണം എപ്പോ രജിസ്റ്റർ ചെയ്യുന്നോ അപ്പൊ പണം തന്നിരിക്കും. എങ്കിൽ നാളെ തന്നെ രജിസ്ട്രേഷൻ. ഒരു നിബന്ധന മാത്രം. എന്താ? രജിസ്ട്രേഷൻ രജിസ്റ്റർ ഓഫീസിൽ വെച്ചായിരിക്കില്ല. സ്ഥലം രജിസ്ട്രാർ നമ്മൾ തീരുമാനിക്കുന്ന സ്ഥലത്ത് വന്ന് പ്രമാണം രജിസ്റ്റർ ചെയ്യും. അതെന്താ അങ്ങനെ? അങ്ങനെ ചെയ്താലേ ഈ ഇടപാട് നടക്കൂ. 50 കോടിയുടെ മുതൽ വെറും 2 കോടിക്ക് തീരെഴുതുകയല്ലേ? ശരി, സമ്മതിച്ചു. നാളെ എപ്പോ, എവിടെ? അത് ഞാൻ പുറകെ വിളിച്ചു പറയാം. നാളെ എന്ന തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല. ഓക്കെ. എന്താടോ? എനിക്കെന്തോ മനസ്സിന് വല്ലാത്തൊരാധി. ആരുടം വെച്ചുള്ള കളി കൈവിട്ട കളിയായി പോവോ കൃഷ്ണേട്ടാ? എന്നെ യമുനെ നിനക്ക് വിശ്വാസമില്ല ലക്ഷ്മി. ശ്രീമംഗലത്തിന് ദോഷം വരുന്ന എന്തെങ്കിലും അവളോ ഞാനോ ചെയ്യുമോ? അതല്ല, പിന്നെ കേട്ടെടുത്തോളം ആ ഗംഗ എന്തും ചെയ്യാൻ മടിക്കാത്തവളാ. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പാളിച്ച് പറ്റിപ്പോയാൽ ഒക്കെ കൈവിട്ടു പോവില്ലേ? പോകുന്നതിനെ കുറിച്ചുള്ള ആദ്യം മറന്ന് നേടുന്നതിനെ കുറിച്ച് ആലോചിക്കും ലക്ഷ്മി. അമ്മമോളെ കൈമാറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള പരാതിയും ഗംഗ പിൻവലിച്ചാൽ മോളെ നമുക്ക് തിരിച്ചു കിട്ടും. നോക്ക്, അതിൽ പരം സന്തോഷം നമുക്ക് വേറെ എന്താ ഉള്ളത്? അത് ശരിയാ. ഒരിക്കൽ അമ്മ വരുന്നെന്ന് പറഞ്ഞ് തൊട്ടിൽ വരെ ഉണ്ടാക്കി വെച്ചതല്ലേ നമ്മള്? ഒരു തലതെറിച്ച പെണ്ണ് കാരണം എന്തൊക്കെ നാശനഷ്ടങ്ങളാ നമ്മൾ അനുഭവിച്ചത്. അതിനൊക്കെ ഒരു പരിഹാരം ഇതിലൂടെ ഉണ്ടാവും. ആ ഗംഗയുടെ കൊമ്പൊടിക്കാൻ കഴിയുമെങ്കിൽ ഈ കുടുംബം തന്നെ പണയപ്പെടുത്തിയാലും കുഴപ്പമില്ലെന്ന് ഞാൻ തന്നെ യമുനയോട് പറഞ്ഞത്. എല്ലാം യമുന ഉദ്ദേശിക്കും പോലെ തന്നെ നടക്കണം. ഇനിയൊരു ആപത്ത് കാണാൻ വയ്യ. ഇല്ല ലക്ഷ്മി, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ആ, ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു യാത്രയുണ്ട് മൂകാംബികയ്ക്ക്. സത്യമാണോ? എത്ര നാളായി ഞാൻ ആഗ്രഹിക്കുന്നതാ. ഇപ്പൊ എനിക്ക് വിശ്വാസമായി. എല്ലാം ഭംഗിയായി തന്നെ നടക്കും. ദേവി, എന്റെ യമുനയോടൊപ്പം ഉണ്ടാവണം. അവൾക്ക് എല്ലാം നേരിടാനുള്ള ശക്തി കൊടുക്കണം.
ഈശ്വര. എന്താ വൈകിയത്? കുറച്ചു നേരം ഞങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു. മറ്റുള്ളവർ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നതാ എനിക്കിഷ്ടം. അല്ലാതെ ഗംഗ ആർക്കു വേണ്ടി ഈ സമയം കളയാറില്ല. എവിടെ ബാക്കിയുള്ളവരൊക്കെ? ബാക്കിയാരാ? ശ്രീമംഗലത്തിന്റെ മുഴുവൻ സ്വത്തുക്കളും കൃഷ്ണനങ്ങളുടെ പേരിലാ. അദ്ദേഹം രജിസ്ട്രാറുടെ സാന്നിധ്യത്തിൽ എല്ലാ ഡോക്യുമെന്റ്സും സൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. എന്താ അതുപോരെ? രജിസ്ട്രാർ പാർട്ടി പറയുന്ന സ്ഥലത്തേക്ക് വന്ന് പ്രമാണങ്ങൾ ഉണ്ടാക്കുന്ന സാധാരണയാ. പക്ഷേ രണ്ട് കക്ഷികളും ഒരുമിച്ച് വരാതെ. വിൽക്കുന്നയാൾ ഓഫീസിൽ വന്ന് എല്ലാ പ്രമാണങ്ങളിലും ഒപ്പിട്ട് തന്നല്ലോ. ഇനി അദ്ദേഹം ചുമതലപ്പെടുത്തിയ ആൾക്ക് വില നൽകി വാങ്ങുന്നയാൾ പ്രമാണത്തിലും രജിസ്റ്ററിലും ഒപ്പിട്ട് വിരലടയാളം കൂടി പതിച്ചാൽ പ്രമാണം രജിസ്റ്ററായി. എന്നാലും എവിടെയോ എന്തോ ഒരു അപകടമുള്ളതുപോലെ. ദേ ഇവള് യമുന, ഇവൾ ഒരുത്തി മാത്രം മനസ്സ് വച്ചാൽ 50 കോടിയിൽ പരം വില വരുന്ന സ്വത്ത് വെറും 2 കോടിക്ക് എന്റെ കയ്യിൽ വന്ന് ചേരുമോന്ന് എനിക്കൊരു സംശയം. ഇത് നിങ്ങൾ രണ്ടുപേരും ചേർന്നുണ്ടാക്കിയ കള്ളപ്രമാണമാണെങ്കിലോ? മാഡം, കഴിഞ്ഞ 24 വർഷമായി ഞാൻ രജിസ്ട്രാറാ. ഇതിനിടെ മാഡം ഓഫീസിൽ വന്നപ്പോൾ എന്നെ കണ്ടത് ഓർമ്മയില്ലേ? അതൊക്കെ ഓർമ്മയുണ്ട്. പക്ഷേ തലപ്പത്തിരിക്കുന്നവർ തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്ന കാലമാണ് ഈ ലോകത്ത്. ഇപ്പൊ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. ഈ ഡോക്യുമെന്റ്സ് പരിശോധിച്ചാൽ അറിയില്ലേ കള്ളമാണോ അല്ലയോ എന്ന്? ഇല്ലല്ലോ മോളെ. ഏത് ഫീൽഡിലും ഇപ്പൊ ഒറിജിനലിനേക്കാൾ പെർഫെക്ഷൻ വ്യാജന. പിന്നെന്തെയും? സ്വന്തം കുടുംബത്തിന്റെ അസ്ഥിവാരം തോണ്ടുന്ന ചടങ്ങിന് സാക്ഷിയാവാൻ വയ്യാത്തതുകൊണ്ടാ കൃഷ്ണനങ്കിൾ വരാതിരുന്നത്. വേണ്ട, വരണ്ട. എനിക്ക് അയാളെ ഫോണിലൊന്ന് വിളിച്ചെന്ന് മാത്രം മതി. ഈ ഗംഗയ്ക്ക് മുന്നിൽ ശ്രീമംഗലം തറവാട് അടിയറവ് വച്ചെന്ന് ഗോപാലകൃഷ്ണ മേനോൻ ഫോണിലൂടെയെങ്കിലും എന്നോടൊന്ന് പറഞ്ഞാ മതി. ശരി, ഞാൻ വിളിച്ചുതരാം.